ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി. ആം ആദ്മിക്ക് ജയം. വിവരങ്ങളുമായി സിബി ജോസഫ് തന്നെ ചേരുന്നു. സിബി, അതായത് വലിയ നാടകത്തിനൊടുവിലാണ്, ഇപ്പോൾ രാഷ്ട്രീയ നാടകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അത്തരത്തിലൊരു നാടകത്തിനൊടുവിലാണ് ബിജെപിക്ക് വലിയൊരു തിരിച്ചടി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതും ആം ആദ്മിക്ക് ജയം ഉണ്ടാകുന്നതും. വിവരങ്ങൾ അജന, തീർച്ചയായും ചണ്ഡീഗഡിൽ ഇപ്പോൾ ബിജെപിക്ക് വളരെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അവിടെ ചണ്ഡീഗഡിൽ ആം ആദ്മി പാർട്ടി, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ മേയർ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മി സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാർ കുൽദീപ് കുമാറിന് ഇപ്പോൾ 20 വോട്ടുകൾ ലഭിച്ചു. അതായത് കുൽദീപ് കുമാറിനെ ഇപ്പോൾ വിജയിയായി ഇത്തരത്തിൽ സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വളരെ വലിയ വാദപ്രതിവാദങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ അസാധുവാക്കിയ ബാലറ്റ് പേപ്പർ അടക്കമുള്ള നിലയിൽ സുപ്രീം കോടതി പരിശോധിക്കുകയും അന്ന് വോട്ടെണ്ണലിന്റെ ദൃശ്യങ്ങൾ അടക്കമുള്ള നിലയിൽ സുപ്രീം കോടതി വിശദമായി അവിടെ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കൃത്യമായി ഈ വരണാധികാരിയായ അനിൽ മസിഹ് ഇതിൽ കൃത്രിമം കാണിച്ചു എന്ന് കൃത്യമായി സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഒരു നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് ചണ്ഡീഗഡിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അവിടെ AAPയുടെ സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാറിന് ജയിച്ചതായി ഇപ്പോൾ സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിൽ അസാധുവായ 8 വോട്ടുകളായിരുന്നു പ്രധാനമായി, അല്ലെങ്കിൽ 8 ബാലറ്റുകളായിരുന്നു പ്രധാനമായും സുപ്രീം കോടതി പരിശോധിച്ചത്. ഈ 8 ബാലറ്റുകളിൽ ഇത്തരത്തിൽ ചില രേഖകൾ, അതായത് ഈ ദൃശ്യങ്ങൾ കൃത്യമായി വരണാധികാരി ചില അടയാളങ്ങൾ അല്ലെങ്കിൽ രേഖകൾ വരയ്ക്കുന്നതായി കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് എന്തിനാണ് ഇത്തരത്തിൽ ഈ ഒരു ലൈൻ ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ വരണാധികാരി കൃത്രിമത്വം കാണിക്കുന്നതായി കണ്ടെത്തിയെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ചണ്ഡീഗഡിലെ ഈ ഒരു കോർപ്പറേഷനുകളുടെ തെരഞ്ഞെടുപ്പ്. അവിടെ ഈ മൊത്തം 36 സീറ്റിൽ 13 സീറ്റ് AAPക്കും 7 സീറ്റ് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. അങ്ങനെ 19 എന്ന ഒരു കേവല ഭൂരിപക്ഷം അവിടെ സിബി ജോസഫ്. സിബി, കേൾക്കാമെങ്കിൽ തുടരാം. എന്തായാലും ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ആം ആദ്മി വിജയിച്ചതായി സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. വരണാധികാരിയുടെ തീരുമാനം റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. വരണാധികാരി ചട്ടം ലംഘിച്ചുകൊണ്ട് കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് ബിജെപി ഇത്തരത്തിൽ ജയം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് ബിജെപി ഇത്തരത്തിൽ ജയത്തിലേക്ക് എത്തിയത്. AAPക്ക് 20 വോട്ടും ബിജെപിക്ക് 16 വോട്ടുമാണ് ലഭിച്ചത് എന്ന കൃത്യമായ തെരഞ്ഞെടുപ്പ് തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടാമത് റീകൗണ്ടിംഗ് നടന്നപ്പോൾ അത് വന്നിരിക്കുന്നു. AAPക്കാണ് ഇപ്പോൾ ജയമുണ്ടായിരിക്കുന്നത്. വലിയ തിരിച്ചടി തന്നെയാണ് ബിജെപിക്ക് ഉണ്ടാകുന്നത്. സിബി തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സിബി, അതായത് വരണാധികാരി ചട്ടം ലംഘിച്ചു എന്നത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാവുകയാണ്. കാരണം റീകൗണ്ടിംഗ് നടത്തിയപ്പോൾ ആം ആദ്മിക്ക് ജയമുണ്ടാകുന്നു. ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാറിന് 20 വോട്ടുകൾ ലഭിച്ചു എന്ന കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടന്നു, വരണാധികാരിയെ സ്വാധീനിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ? കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയത് അവിടെ കുതിരക്കച്ചവടം നടന്നതായുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവിടെ പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് പിന്നീട് ബാലറ്റ് പേപ്പറുകൾ ഇത്തരത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ഇവ പരിശോധിക്കുകയും ചെയ്തത്. എന്തായാലും അവിടെ ബിജെപിക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. കാരണം 36 സീറ്റാണ് ചണ്ഡീഗഡ് കോർപ്പറേഷൻ ഉള്ളത്. ഇതിൽ 20 സീറ്റുകൾ നേടി ഇത്തരത്തിൽ ഈ ഇന്ത്യ സഖ്യം വിജയിക്കേണ്ടായിരുന്നു. പക്ഷെ അവിടെ 20 സീറ്റുകൾ ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ 20 വോട്ടുകൾ ഉണ്ടപ്പോൾ അതിൽ 8 വോട്ടുകളാണ് അസാധുവായിട്ട് വരണാധികാരി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഈ 12 വോട്ടുകൾ ലഭിച്ച ബിജെപി അവിടെ ഇത്തരത്തിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിനെതിരെയായിരുന്നു ഇപ്പോൾ ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഈ ബിജെപിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം അവിടെ വരണാധികാരിയെ ഉപയോഗിച്ചുകൊണ്ട് വരണാധികാരി ബിജെപിയുടെ ന്യൂനപക്ഷ
ന്യൂനപക്ഷ സെല്ലിലെ അംഗം കൂടിയായ അനിൽ മാസിക് ആയിരുന്നു. അങ്ങനെ BJPയുമായി ബന്ധമുള്ള ന്യൂനപക്ഷ സെല്ലിന്റെ അംഗമായ അനിൽ മാസിക് എന്ന ഭരണാധികാരിയെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജനാധിപത്യ വിരുദ്ധമായി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണ് BJP ചെയ്തത്. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ അവിടെ വിജയിക്കുന്ന ഒരു സ്ഥിതിയാണ് ചണ്ഡീഗഡിലെ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. അവിടെ വലിയ തിരിച്ചടി ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നു. അവിടെ ബാലറ്റ് പേപ്പറുകളും അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം ഭരണാധികാരിയായ അനിൽ മസീഫ് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KJ ജേക്കബ്, വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകുന്നത്. വലിയ കൃത്രിമത്വം കാണിച്ച ഭരണാധികാരിയെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ അട്ടിമറിച്ചുകൊണ്ട് ഒരു അട്ടിമറി ജയത്തിലേക്ക് കടക്കാൻ BJP ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം അതിനെ മറികടന്നിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വിജയമുണ്ടായിരിക്കുന്നു. ആം ആദ്മി കോൺഗ്രസ് സഖ്യം അവിടെ 20 വോട്ടുകൾക്ക് അവിടെ ജയിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളത്? നമ്മൾ അടുത്ത കാലത്തല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നമ്മൾ കാണാത്തത് പ്രകടമായിട്ടുള്ള അട്ടിമറി. അതല്ലാതെ അട്ടിമറികൾ പലപ്പോഴും നടന്നിട്ടുണ്ടാവാം, പക്ഷെ പ്രകടമായി ഇങ്ങനത്തെ ഒരു അട്ടിമറി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് BJPക്കാർ പോലും ഇമാതിരിയുള്ള ഒരു അട്ടിമറി ഇതുവരെ നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത് ജനാധിപത്യത്തെ അതിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ മുഴുവൻ വലിച്ചു കീറി കൊട്ടയിലിടാൻ മാത്രമുള്ള ധൈര്യം എങ്ങനെ BJPയുടെ ഒരു മെമ്പർക്ക് വന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് ഇത്ര ബ്ലേറ്റന്റ് ആയിട്ട് 30-40 വോട്ടാണ് ആകെ ഉള്ളത്. അതിൻ്റെ അകത്ത് 8 വോട്ടുകൾ അവിടെ അതിൻ്റെ അകത്ത് കുത്തിവരച്ച് അസാധുവാക്കാൻ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ഒരു മെമ്പർ, BJP മെമ്പർക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്ത് തോന്നിയാസവും കാണിക്കാം, ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടിയുടെ ഒരു അംഗം എങ്ങനെ മാറി എന്നുള്ളത് ആ പാർട്ടിക്കാരും നമ്മളും ഒക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം കൊടുത്ത് മനുഷ്യർ ജയിപ്പിച്ചു വിടുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ഈ പണി ഒപ്പിച്ചു വെച്ചത്. സുപ്രീം കോടതി ഇടപെട്ടു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതിൽ കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്, BJPക്കാരെ ചിന്തിപ്പിക്കേണ്ടത്, കോൺഗ്രസുകാരെ ചിന്തിപ്പിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ എല്ലാ വോട്ടർമാരെയും ചിന്തിപ്പിക്കേണ്ടത്, എങ്ങനെ ഇത്തരം ഒരു അട്ടിമറി നടത്താനുള്ള ധൈര്യം ഒരു BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന് വന്നു എന്നുള്ളതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ KJ ജേക്കബ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സിബി ജോസഫ് തുടരുന്നുണ്ട്. സിബി, അതായത് പ്രകടമായ ഒരു അട്ടിമറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജനാധിപത്യത്തിന്റെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. വളരെ വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും BJP ബന്ധമുള്ള ഒരു ഭരണാധികാരിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായും ഈ ഭരണാധികാരിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ബാലറ്റ് അസാധുവാക്കാൻ വേണ്ടി ഭരണാധികാരി ശ്രമിച്ചു എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ BJP നേതാവ് കൂടിയായ ഭരണാധികാരിയെ ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്തും, അതായത് ഈ ഒരു സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് പോലും ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിൽ വിധി ഉണ്ടായാൽ അതിനെയും മറികടക്കാൻ വേണ്ടി BJP 3 AAP MLA-മാരെ മറുകണ്ഠം ചാടിക്കുന്ന അനിൽ പണം കൊടുത്തുകൊണ്ട് വിലക്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെല്ലാം തന്നെയും ഏതൊക്കെ രീതിയിൽ ഒരു ജനാധിപത്യപരമായ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ കഴിയുമോ ആ രീതിക്കെല്ലാം തന്നെയും BJP വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ഇതിനെല്ലാം തന്നെയും വളരെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് തന്നെ അവിടെ അസാധുവാക്കപ്പെട്ട 8 ബാലറ്റുകൾ പരിശോധിച്ച് അവ സാധുവായി പ്രഖ്യാപിക്കുകയും ആ 8 വോട്ടുകൾ ലഭിച്ചത് ഈ ആം ആദ്മി പാർട്ടിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിനായിരുന്നു. ആ ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാറിനെ ഇത്തരത്തിൽ വോട്ടുകൾ 20 വോട്ടുകൾ ലഭിച്ച് വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് തീർത്തും ഇത് ജനാധിപത്യപരമായ വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തും ആ ഒരു നിർണായകമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏത്
ഏത് വിധേയനെയും ഈ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള BJPയുടെ നീക്കത്തിന് ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ഇനി ചണ്ഡീഗഡിൽ ഇപ്പോൾ ഈ ആം ആദ്മി അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യത്തിനാണ് ഇപ്പോൾ വിജയം ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന് ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഒരു ചണ്ഡീഗഡിലെ ഈ ഒരു കോർപ്പറേഷൻ നടന്നത്. ആ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലോടുകൂടി തന്നെ അവിടെ വിജയം കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തായാലും BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് അഞ്ജന.